ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു മുട്ടക്കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരിക്കും ദോശയ്ക്കും പിന്നെ നമ്മുടെ പുട്ടിനും ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സാധാ രീതിയിലുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം തീ കൂട്ടി വെക്കരുത്, കുറച്ച് തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീ ഒരുപാട് കൂട്ടി വെക്കരുത്. അങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികളെല്ലാം കൂടെ കരിഞ്ഞു പോകും. പിന്നെ എല്ലാം കൂടെ മൂക്കി കയറിയിട്ട് തുമ്മലോട് തുമ്മലായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിലിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങിയത് എടുത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മസാല എല്ലാം ഉള്ളിലൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് വരഞ്ഞൊക്കെ കൊടുത്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ മുട്ട മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് കുറച്ച് എണ്ണയും കൂടെ വേണമെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചേർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 3 സവാള ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണമല്ലോ. അപ്പോൾ ആദ്യം നമുക്കിതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ ഞാൻ പറയുകയാണ്, അടച്ച് വെച്ച് വേവിക്കുമ്പോൾ വേഗം നമുക്ക് ഈ സവാള എല്ലാം വെന്ത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇളക്കി കൊടുക്കുകയും കൂടെ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പാത്രങ്ങൾ ഓരോ രീതി അനുസരിച്ച് ചിലപ്പോൾ അടി പിടിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാനങ്ങ് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന അതേ രീതി നിങ്ങളും കൂടെ ഒന്ന് ഫോളോ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അത്ര തന്നെ കേട്ടോ. എന്തോ വലിയ കാര്യം പറയും പോലെ ഞാൻ പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കും അറിയാം. അപ്പം നമ്മുടെ സവാള എല്ലാം ഒരു പകുതി മുക്കാൽ വേവൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരുപാട് പേസ്റ്റായതല്ല ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഫ്രഷായിട്ട് അപ്പം തന്നെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനെക്കാട്ടിയും എന്തുകൊണ്ടും വീട്ടിൽ ഇതുപോലെ അപ്പം നമ്മൾ ചതച്ചും അരച്ചുമൊക്കെ എടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതലും ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി സവാള എല്ലാം ഒന്നും കൂടി ഒന്ന് വഴന്ന് വന്ന സമയത്ത് നമ്മളിതിലേക്ക് അങ്ങ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണം എല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഇളക്കി കൊടുത്ത് ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഒരു തക്കാളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി നമുക്ക് ഈ തക്കാളിയും കൂടി ഒന്ന് വെന്ത് വരണം. ആ തക്കാളിയുടെ ആ പച്ചമണവും പച്ചക്കുത്തുമൊക്കെ അങ്ങ് മാറി നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം പോലെ ആവാതിരിക്കുന്നത് നല്ലൊരു കുറുകിയ ചാറോട് കൂടിയുള്ള മുട്ടക്കറി ആയിരിക്കും എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാ കറിയെല്ലാം ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്തൊക്കെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച് നമ്മൾ ഫ്രൈ ആക്കി വെച്ച നമ്മുടെ മുട്ടയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റോളം ഞാനൊരു ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും മുട്ടക്കറി റെഡിയായെന്ന്. മുട്ടക്കറി റെഡിയായി, പക്ഷേ ലാസ്റ്റ് നമ്മൾ ഇതിലൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കസ്തൂരി മേത്തിയാണ്. അപ്പോൾ അത് അധികം ചേർത്ത് കൊടുക്കരുത്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കസ്തൂരി മേത്തി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, നമ്മൾ ഉലുവയുടെ ഇലയാണ്. അപ്പോൾ അത് ഉലുവ നമ്മൾ അധികം ചേർക്കുമ്പോൾ അതിലൊരു ഉലുവയുടെ ചവർപ്പ് വരും. അതുകൊണ്ട് തന്നെ അധികം അങ്ങ് ചേർക്കരുത് കേട്ടോ. കുറച്ച് മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. ഒരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്പ്പായി പോകും. പിന്നെ എന്നെ കുറ്റം പറയരുത്, അവൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഉലുവയുടെ ഇല പൊടിച്ചത് ചേർത്ത് കൊടുത്തതെന്ന് പറയരുത് കേട്ടോ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഓക്കേ.